ഹരീഷ് കണാറിനാണ്. പേര് പറഞ്ഞാൽ കുഴപ്പമില്ല, അവൻ എൻ്റെ പേര് പറയാമെങ്കിൽ എനിക്ക് അവൻ്റെ പേരും പറയാമല്ലോ. ഞങ്ങൾ ഭയങ്കര കുടുംബ സുഹൃത്തുക്കളാണ്. ഈ കടം കൊടുത്ത ആളെന്നൊക്കെ പറയുന്ന ആൾക്കാർ എൻ്റെ വൈഫായിട്ട് സുഹൃത്തുക്കൾ, അവർക്ക് ബന്ധമാണ്. ഇവിടെ ആരുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും രാത്രി വന്ന് നമ്മളോടൊപ്പം 12 മണിക്ക് ബെല്ലടിച്ചിട്ട് നമ്മളെ ഞെട്ടിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഈ സിനിമ സംബന്ധമായിട്ട് അവൻ പറയുന്നത് പോലെ ഇത് വളരെ നയപരമായിട്ട് തീർക്കാവുന്നൊരു പ്രശ്നമായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് നമുക്കിത് തീർക്കാം, അത് വളരെ മാന്യമായിട്ട് തീർക്കാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു സിനിമ ഇനി ഇറങ്ങാനുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി വിശദീകരണം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈവൻ നമ്മൾ പറഞ്ഞത് അനുസരിച്ച് ഈ വീട്ടിലിരുന്നിട്ട് ഇവിടെ വന്ന് ഹരീഷും നിർമ്മലും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടി വന്ന് സംസാരിച്ച് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് അവനോട് സംസാരിക്കുകയും അതിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം നമുക്ക് നടപടി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ട് അവൻ പിറ്റേ ദിവസം പോയിട്ട് പിന്നെ വിളക്ക് തുടങ്ങി. ചില കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാൻ പറ്റും. ഇപ്പം എന്താണ് ഇവരുടെ ഇടയിൽ സംഭവിച്ചേക്കണെന്ന് നമുക്കറിയാൻ പാടില്ല. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോയി പിന്നെയും ഇത് തുടങ്ങി. പിന്നെ ഞാനത് വിട്ടു. പിന്നെ നമ്മളെ കയ്യിൽ കിട്ടണ്ടായി. പിന്നെ ഒരാളെ നാറ്റിച്ചതിന് ശേഷം സോറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതാണ് അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എന്തെന്നാണ് നിർമ്മിച്ച, ഇനി അത് നമ്മളെ ആവശ്യത്തിൽ കൂടുതൽ അപമാനിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരും മുന്നിൽ നാറ്റിക്കുകയൊക്കെ ചെയ്തു. ഇനി ഞാൻ എൻ്റെ ഒരു പത്രസമ്മേളനം എന്തെങ്കിലും ചെയ്തിട്ട് വ്യക്തമായിട്ടുള്ള മറുപടി അതിന് കൊടുക്കുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനിതിൽ ഇടപെടണം ഇങ്ങനെയാണ്, രണ്ട് ഭാഗത്തും ഇങ്ങനെയാണല്ലോ. അദ്ദേഹം ചേട്ടൻ്റെ പേര് വലിച്ച് ഇട്ടതുകൊണ്ട് ഞാൻ ചോദിച്ചാണ് എന്താണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കാര്യത്രേ ഉള്ളൂ, നമുക്ക് പറയാനാണെങ്കിൽ നമുക്കറിയാലോ. അവൻ അമ്മയിലെന്തോ പരാതിയൊക്കെ കൊടുത്തെന്നോണം ആ ടൈമിന് ഇടവേളക്ക് പരാതിയൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. അതൊക്കെ എന്താണെന്ന് അറിയാൻ പാടില്ല. അദ്ദേഹവും പറഞ്ഞത് ഇത് തന്നെയാണ് കേട്ടോ, ഇടവേള ബാബുവും പറഞ്ഞത് ഇത് തന്നെയാണ്, നമുക്ക് ഇരുന്ന് സംസാരിച്ചത് തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോഴും അവൻ അത് കേട്ടില്ല. പിന്നെ പടങ്ങൾ കുറയുന്നത് അദ്ദേഹം കാരണമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ഞാനും അവനും ഓടി നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം 4 പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഒരു ദിവസം. അപ്പോൾ അതൊരു ടൈമാണ്, ഒരു ഓട്ടത്തിനൊരു കിതപ്പുണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ്. എപ്പോഴും ഒരേപോലെ നിൽക്കണമെന്നൊന്നുമില്ല, കുറേ പേര് നിൽക്കും, അതൊന്നും തള്ളിക്കളയാൻ പറ്റുന്നില്ല. വേറെ എന്തോരം ഇദ്ദേഹം മാത്രമല്ലല്ലോ സിനിമ ചെയ്യുന്ന ആൾക്കാർ, വേറെ എന്തോരം ആൾക്കാരുണ്ട്. സിനിമ എന്ന് ഒരാളെ തട്ടിക്കളയുക എന്നൊക്കെ പറഞ്ഞാൽ അപൂർവം നടക്കുന്ന കേസുകളാണ്. എന്നെ വേണം എന്ന് വിചാരിച്ചാൽ ഞാൻ തന്നെ വേണം, അത്രേ ഉള്ളൂ. ഓക്കെ. ഈ ഇപ്പോൾ ആടല്ലാതെ മറ്റേത് സിനിമകളാണ് ചേട്ടൻ കമ്മിറ്റ് ചെയ്തത്? ആട് 3 കഴിയാതെ ഒരു സ്ഥലത്തോട്ടും പോകാൻ പറ്റാത്തൊരു ഇതാണ്. ഇതിൻ്റെ ഇടയിൽ 1-2 പടങ്ങളൊക്കെ വന്നിരുന്നു, അതൊക്കെ വേണ്ട എന്ന് വെച്ചു. കാരണം ഇതിൻ്റെ ഡേറ്റ് ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ മഴയുണ്ടായിരുന്ന ടൈമിനൊക്കെ ഷൂട്ടിങ് മുടങ്ങുക, പിന്നത്തെ ഡേറ്റ് എന്താണെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ ഇത് നമ്മുടെ നമുക്കും കൂടി വേണ്ട ഒരു സിനിമയാണ്. അതിൻ്റെ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും മാത്രമല്ല നമ്മൾക്കും കൂടി അവകാശമുള്ളൊരു സിനിമയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അത് നല്ലോണം പൂർത്തിയാക്കിയിട്ട് അടുത്തതിലേക്ക് പോകാം എന്നുള്ളൊരു രീതിയിലാണ് മറ്റ് 2 പടങ്ങൾ ഇതിൻ്റെ ഇടയിൽ വന്നത്. ഇനി കൺഫ്യൂഷൻ വന്നാലോ അവർക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് ഓർത്തിട്ട് നമ്മൾ വിട്ടുള്ളത്. നെക്സ്റ്റ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ IFFKയിൽ നമ്മുടെ VC അഭിലാഷ് എന്ന് പറയുന്ന ഡയറക്ടർ, പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള VC അഭിലാഷിൻ്റെ പടത്തിൽ വിഷ്ണു, ഉണ്ണികൃഷ്ണൻ, ജോണി ആൻ്റണി, ഞാൻ പിന്നെ 2 പിള്ളേരൊക്കെ ആയിരുന്നു. വളരെ കുറഞ്ഞ ചിലവിലെടുത്ത നല്ല സിനിമ. ഒരുപാട് അവാർഡുകളും ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോയി. ആളൊരുക്കം എന്ന് പറഞ്ഞ സിനിമയിൽ ഇന്ദ്രൻസിന് അവാർഡൊക്കെ മേടിച്ചു കൊടുത്ത ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത പടം. പിന്നെ ഞാൻ നായകനാവുന്നൊരു പടം, അതിൻ്റെ പുറകിലാണ് ഞാനിപ്പോൾ. അതിൻ്റെ പണിപ്പുരയിലാണ്. അത് നല്ല പ്രൊഡക്ഷൻ കിട്ടിയാൽ 1-2 പേരൊക്കെ വന്നു, പക്ഷെ അത് പകുതി മുങ്ങിപ്പോയാൽ
ആ പടം തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 പേരോട് ഇന്ന് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യും. എഴുതുന്നത് സത്യൻ കുളങ്ങാട് എന്ന് പറഞ്ഞിട്ട് റൈറ്ററാണ്. നമ്മളതിൻ്റെ കൂടെ ചേർന്നിട്ട് നമ്മൾ ചില മിനിക്കോളുകൾ നടത്തും. അങ്ങനത്തെ ഒരു സിനിമയാണ്. പിന്നെ 1-2 സിനിമകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഭാവിയിലേക്കുള്ള പരിപാടികൾ. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ അങ്ങനെ തന്നെ പോട്ടെ, അതിലും മനോഹരമായിട്ട് തന്നെ പോട്ടെ. ഈ പലപ്പോഴും ചേട്ടൻ്റെ നിലപാടുകൾ ചേട്ടൻ തുറന്ന് പഠിച്ച് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ കുറയുന്നതായിട്ടോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല രാഷ്ട്രീയപരമായിട്ടും എനിക്ക് ഞാനൊരു പോസ്റ്റ് ഇട്ട് അതിൻ്റെ ഇടയിൽ തെറി വരലും ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എൻ്റെ നിലപാടുകൾക്ക് ഒരു വ്യത്യാസവും ഞാൻ വരുത്താറില്ല. എൻ്റെ നിലപാടുകളുടെ കൂടെ തന്നെ ഞാൻ പോവുള്ളൂ. ഞാൻ തെറ്റായ നിലപാടൊന്നും പറയാറില്ല. ഇപ്പം ഞാൻ ദിലീപേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അവിടെ പോയി കരഞ്ഞത് എൻ്റെ ഒരു ഇമോഷണൽ സംഭവമാണ്. എൻ്റെ ഒരു ചേട്ടൻ അവിടെ കിടക്കുന്നു എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ചെയ്തതാണ്. ഞാനിവിടെ പുറത്ത് മതലിൽ പെയിൻ്റ് അടിച്ചിരിക്കുമ്പോഴാണ് ആദർശിക്ക് വിളിച്ച് പറയുന്നത്, എടാ ദിലീപ് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ആ ഡ്രസ്സ് ഇട്ടിട്ട് 2 അടിച്ചിട്ട് ആണ് പോയത്. അതൊന്നും പറയാൻ എനിക്ക് മടിയില്ല. എൻ്റെ നിലപാടുകൾ പറയാനൊരു എനിക്ക് ഒരു മടിയില്ല. അതിന് വ്യത്യാസം വരുത്തിയിട്ടുമില്ല. ഈ അടിയെന്ന് പറഞ്ഞപ്പോൾ ഓർത്തെ ഇപ്പം മദ്യപാനം ഇല്ല നിർത്തി, കംപ്ലീറ്റ് നിർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വേണ്ടാന്ന് വെക്കേണ്ട സാഹചര്യം വരുമല്ലോ. അപ്പം നിർത്തിയതാ. കുറച്ച് നല്ല ആൾക്കാർ, നമ്മൾ നന്നാകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പറഞ്ഞപ്പോൾ സ്റ്റോപ്പാക്കി. ഇപ്പം ഇന്ന് രാവിലെ വന്ന ഒരു ന്യൂസാണ്, ദിലീപ് കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്ക് അങ്ങനെ വിധി പറയാനൊരു അവകാശമില്ല എന്ന് പ്രോസിക്യൂഷൻ ഒരു കുറിപ്പോട് കൂടി നിയമോപദേശം സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ജഡ്ജി അല്ലാണ്ട് പിന്നെ ആരാ വിധി പറയണത്? മീഡിയ ആണോ വിധി പറയണത്? മീഡിയ പറഞ്ഞ വിധികളൊക്കെ തെറ്റിയില്ലേ? അപ്പം ജഡ്ജി അല്ലാണ്ട് പിന്നെ ആരാ വിധി പറയേണ്ടത്? അവർ പ്രോസിക്യൂഷൻ വാദിക്കുന്നു, ദിലീപേട്ടൻ്റെ വക്കീൽ വാദിക്കുന്നു. അതിന് 2 പേരുടെയും വിധിന്യായങ്ങൾ നോക്കിയിട്ട് ജഡ്ജിയാണ് പ്രസ്താവിക്കേണ്ടത്, അല്ലാണ്ട് മീഡിയ അല്ല ഇവിടെ ആരെയും കുറ്റക്കാരനാക്കുന്നതും ആരോപിതനാക്കുന്നതില്ല. പറയാം, മീഡിയക്ക് വേണ്ടിയിട്ട്, മീഡിയക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടി, എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പറയാമെന്നല്ലാതെ വിധി പ്രഖ്യാപിക്കുന്നത് ജഡ്ജിയാണ്. അതിൽ സംശയമില്ല. ഒരു 5 വർഷം മുമ്പ് വരെ അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് വരെ കോടതി വിധി മാനിച്ചിരുന്നതാണ് നമ്മളെല്ലാവരും. പക്ഷെ ഇപ്പോൾ ശരിക്കും മീഡിയ പറയുന്ന ഒരു മുൻവിധിയെ അതാണ് ശരിയെന്ന് വിശ്വസിക്കുകയും കോടതി പറഞ്ഞ എല്ലാ മീഡിയ വഴിയിലൂടെ നമ്മൾ അറിഞ്ഞത് മീഡിയ പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു മെജോറിറ്റി സമൂഹം ഇപ്പോൾ ഇല്ല. ശരിക്കും അവരുടെ മുമ്പിൽ ഇപ്പോഴും ഇപ്പോൾ കോടതി നിരപരാധി, ഇപ്പോൾ എക്സോർ അതിൻ്റെ പിന്നാമ്പുറ എന്തു ആയിക്കോട്ടെ, കോടതി നിരപരാധി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഇപ്പോഴും കുറ്റവാളി എന്ന് പറഞ്ഞ് ഞാൻ പറയണത്, ഇപ്പൊ ഇത്രയും ദിവസം ജയിലിൽ കിടന്ന ഒരാള് അത് കഴിഞ്ഞിട്ട് ഇത്രയും കാലം അദ്ദേഹം കോടതി, ഞാനാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി കിടന്നോളാം എന്ന് വിചാരിച്ചെന്നെ. എനിക്ക് അത് ബാധിച്ചുകൊണ്ട് നടക്കാനുള്ളതൊന്നുമില്ല. ഇത്രയും വർഷം അതിനോട് പടവെട്ടി, 8-8.5 വർഷത്തോളം അതിനോട് പടവെട്ടിയിട്ട് ഒരു പേപ്പർ പോലും പുള്ളിക്കെതിരെ കൊടുക്കാനായിട്ട് പ്രോസിക്യൂഷന് പറ്റിയില്ല.